വി ലിവ് ഇൻ ടൈം. ഈ A24 സിനിമകൾ കാണാനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. ഇതും ഒരു A24 സിനിമയാണ്. ഡിജിറ്റൽ കോപ്പി ഇപ്പം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഈ സിനിമയിൽ ആൻഡ്രൂ ഗാർഫീൽഡും ഫ്ലോറൻസ് പ്യൂ ആണ് ലീഡിങ് റോൾസ് ചെയ്തിട്ടുള്ളത്. ആൽമട്ടും ടോബിയാസ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സായിട്ട് ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് ഒരു സിനിമ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ നോൺ ലീനിയറായിട്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. നോൺ ലീനിയറായിട്ട് കഥ പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഡയറക്ടർ ഷൂട്ട് ചെയ്യുന്ന ഷോട്ടുകൾ അതേപോലെ ഇപ്പം എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷേ നമുക്ക് എവിടെയും അത് മനസ്സിലാവാതിരിക്കുക അല്ലെങ്കിൽ സ്റ്റോറിയിൽ കൺഫ്യൂഷൻ വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു കപ്പിൾസിൻ്റെ കഥ പറഞ്ഞു പോകുന്നു. അപ്പം ടോബിയാസും ആൽമട്ടും എന്ന് പറഞ്ഞ ഒരു ഷെഫാണ്, റൈസിങ് ഷെഫ്, അതായത് ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഷെഫ്. ഇവർ കണ്ടുമുട്ടുന്നത് മുതൽ ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന, അത് കഴിഞ്ഞ് ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ, കുറച്ച് ട്രാജിക് ഇവൻറ്റ്സ്, അതിനെയൊക്കെ ഇവരെങ്ങനെ നേരിടുന്നു, അതിനെ ഇവരെങ്ങനെ ഒരു ഫാമിലിയായിട്ട് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറേ സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ആ ഒരു ഫീലോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്ലോറൻസ് പ്യൂവിൻ്റെയും അതേപോലെ തന്നെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെയും അഭിനയത്തെപ്പറ്റി എടുത്തു പറയേണ്ടതാണ്. രണ്ടുപേരും കട്ടക്കി എന്ന് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. റൊമാൻറ്റിക് ഡ്രാമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ ഉറപ്പായിട്ടും കണ്ടിരിക്കുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ കിട്ടുക. 1 മണിക്കൂർ 47 മിനിറ്റ് ആണ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് കണ്ടു തീരുന്ന ഒരു സിനിമ പോലെ ഫീൽ ചെയ്യും. എവിടെയും ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ഈ നോൺ ലീനിയറായിട്ട് കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇപ്പം ഒരു ഷോട്ടിൽ നമ്മളിപ്പോൾ പ്രസൻ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ പിന്നീടുള്ളതിൽ ചിലപ്പോൾ പാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനും പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നോൺ ലീനിയർ, അതായത് ഒരു ഓർഡർ ഇല്ലാത്ത നോൺ ലീനിയറായിട്ടാണ് പോകുന്നത്. പക്ഷേ അതിലും ഒരു രസമുണ്ട് ആ സിനിമ കാണാനായിട്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. അപ്പം കണ്ടു നോക്കുക നിങ്ങൾ. വി ലിവ് ഇൻ ടൈം എന്ന് പറയുന്നത് ഇതിനകത്ത് അവരുടെ ആ ഒരു കണക്ഷനും കെമിസ്ട്രിയും അവർ തമ്മിലുള്ള ആ ഒരു പ്രണയവും അങ്ങനെ ആ ഒരു ഫാമിലിയുടെ വാല്യൂവും ഈ ഞാൻ പറഞ്ഞ പോലെ ട്രാജിക് ഇവൻസും ആ സാധനങ്ങളെല്ലാം അതിന് പെർഫെക്റ്റായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ ഗൈസ്.